സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 2ാം ക്ലാസ് ഫിഖ് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വരും, ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണുകയും കുട്ടികളിൽ പരിശീലിപ്പിക്കുകയും ചെയ്യുക. നല്ല മാർക്ക് കുട്ടികൾക്ക് നേടാൻ കഴിയും. പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്കൊരു മോഡൽ ചോദ്യ പേപ്പർ പരിചയപ്പെടുത്താം. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാം, ശരിക്ക് ശരി അടയാളം നൽകാം എന്നുള്ളതാണ്. ഇതുപോലത്തെ ഒരു ചോദ്യം വരുമെന്നും വന്നു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് ശരിയായ കള്ളിയിൽ ടിക്കിട്ട് കൊടുക്കണമെന്നൊക്കെ നമ്മൾ മക്കളെ പറഞ്ഞു കൊടുക്കണം. ഒന്നാമത്തെ ചോദ്യം വായിക്കാം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്ലാം കാര്യങ്ങൾ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. പലപ്പോഴും മദ്രസ പഠനത്തിൽ ജീവിതത്തിൽ നമ്മളുടെ അനുഭവമാണ് പങ്കുവെക്കുന്നത്. ഇസ്ലാം കാര്യങ്ങളെന്ന് കുട്ടികളോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയും 5 എന്നൊക്കെ പറയും. പക്ഷേ പരീക്ഷയ്ക്ക് 2-3 ഓപ്ഷൻ കൊടുക്കുന്ന സമയം അവർ പലപ്പോഴും തെറ്റിക്കുന്നതായി കാണാറുണ്ട്. ഇപ്പോൾ നിങ്ങളെ കുട്ടികളോട് തന്നെ നിങ്ങളൊന്ന് ചോദിക്കുക, ഇസ്ലാം കാര്യങ്ങൾ ഉത്തരം പറയാൻ വരട്ടെ, ഞാൻ 2 ഓപ്ഷൻ പറയാം. ഒന്ന് 6 ആകുന്നു എന്നുണ്ട്, ഒന്ന് 5 ആകുന്നു എന്നുണ്ട്. നീ ഏതാണ് തിരഞ്ഞെടുക്കുക എന്ന് അവനോടൊന്ന് ചോദിച്ചു നോക്കുക. ശരിയായത് തന്നെയായിരിക്കും അവൻ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ പലപ്പോഴും കൺഫ്യൂഷനായിട്ട് കള്ളി മാറി ടിക്ക് ചെയ്യാറുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയണം. കാരണം നമ്മൾ ഈ ചാനലിലൂടെ ലക്ഷ്യമാക്കുന്ന ഓരോ കുട്ടിക്കും മുഴുവൻ മാർക്കുമാണ്. 2ാം ക്ലാസ്സൊക്കെ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചാൽ 50-ൽ 50 മാർക്കും നമ്മളെ കുട്ടിക്ക് നേടാൻ കഴിയും. ഇനി രണ്ടാമത്തേലേക്ക് വരുമ്പോൾ 5 സമയങ്ങളിലായി നിർവഹിക്കണം. 5 സമയങ്ങളിലായി നിർവഹിക്കേണ്ടത് ഏതാണ്? നമുക്ക് വേഗം പറയാൻ പറ്റും, നിസ്കാരമാണ്. കുട്ടികൾ ഹജ്ജ് നിസ്കാരവും വരുമ്പോൾ തന്നെ എന്താവും, കൺഫ്യൂഷൻ ആവും, ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തത്, വുളൂഇൽ ഒന്നിച്ച് ചെയ്യണം. ഒരേ സമയത്ത് തന്നെ നിർവഹിക്കേണ്ടത് ഏതാണ്? 2 കാല് എന്നുണ്ട്, അതുപോലെ തന്നെ 2 ചെവിയുണ്ട്. അപ്പോൾ 2 കാല് 2 ചെവി. കുട്ടിക്ക് അവിടെ ഡൗട്ട് വരാൻ പാടില്ല. കാല് ആദ്യം വലത് കാലാണ് കഴുകേണ്ടത്, പിന്നെ ഇടത് കാല് കഴുകണം. പക്ഷേ ചെവി അങ്ങനല്ല, രണ്ടും ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. ഇനി നാലാമത്തത്, വുളൂ മുറിയുന്ന കാര്യങ്ങൾ. പലപ്പോഴും പഠിച്ചു വെച്ചതായിരിക്കും, പക്ഷേ 5 ഇസ്ലാം കാര്യങ്ങളുണ്ട്, വുളൂ മുറിയുന്നത് 4 ഉണ്ട്. രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ 4 ആകുന്നു എന്നതാണ് ശരി. ഇനി 5ാമത്തത്, മനി പുറപ്പെട്ടാൽ. ഈ ഒരു ചോദ്യം നമുക്ക് തന്നെ കൺഫ്യൂഷനാണ്. ഇപ്പോൾ ഇതുപോലത്തെ ചോദ്യത്തിൽ ഉത്തരമുള്ളത് കൊണ്ട് നമുക്ക് ഡൗട്ടില്ല. അല്ലെങ്കിൽ ബുക്ക് കുട്ടികൾക്ക് നല്ലോണം വായിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കൾക്കും ഇതിൽ ഡൗട്ട് ഉണ്ടാവില്ല. അല്ലാത്ത ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, വുളൂ മുറിയില്ലേ, കാരണം ഇന്ദ്രിയം പുറപ്പെട്ടാൽ വുളൂ മുറിയും എന്നൊരു ധാരണയിലാണല്ലോ ഞാനുള്ളത് എന്നുണ്ടാവും. പക്ഷേ ഇവിടെ ശരിക്കും വുളൂ മുറിയുന്നില്ല. കാരണം നമ്മൾ വുളൂ മുറിയുന്ന കാര്യത്തിൽ ഒന്നാമത്തെ തന്നെ മുൻദ്വാരത്തിൽ കൂടിയോ പിൻദ്വാരത്തിൽ കൂടിയോ മനിയല്ലാത്ത വല്ലതും പുറപ്പെട്ടാൽ എന്ന് പഠിക്കുന്നുണ്ട്. അത് നമ്മൾ അങ്ങനെ പഠിച്ചു വെക്കുക എന്നുള്ളൂ. പക്ഷേ ഈ ഒരു വിഷയം ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മനസ്സിൽ ഉറക്കുന്നില്ല. അതുകൊണ്ടുള്ളൊരു കൺഫ്യൂഷനാണ്. ശരിക്കും വുളൂ മുറിയില്ല. ഇനി പക്ഷേ ആ വുളൂ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാരണം ഇന്ദ്രിയം പുറപ്പെട്ട് കഴിഞ്ഞാൽ വലിയ അശുദ്ധിക്കാരനായി. വലിയ അശുദ്ധിക്കാരന് മുസഹഫ് ഓതാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല, പള്ളിയിൽ കയറാൻ പറ്റില്ല, തവാഫ് ചെയ്യാൻ പറ്റില്ല. ആ കാര്യങ്ങളൊന്നും അവന് ചെയ്യാൻ പറ്റില്ല. അവൻ്റെ വുളൂ ഉണ്ട് എന്നേ ഉള്ളൂ. വലിയ അശുദ്ധിയെ ഉയർത്തിയാൽ മാത്രമേ അവനിക്ക് എന്ത് കാര്യമുള്ളൂ, ആ വുളൂ കൊണ്ട് കാര്യമുണ്ടാവുകയുള്ളൂ. ഇനി 6ാമത്തത്, മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ വുളൂ മുറിയോ? മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ വുളൂ മുറിയും എന്നുണ്ട്, വുളൂ മുറിയില്ല എന്നുണ്ട്. എളുപ്പമാണ്. ഒരിക്കലും വുളൂ മുറിയാത്ത ബന്ധമാണ് മക്കൾ മാതാപിതാക്കൾ ബന്ധം. അപ്പോൾ ഇതൊന്ന് കുട്ടികൾക്ക് 1-2 തവണ കേൾപ്പിച്ചു കൊടുക്കുക. ഒരു പ്രാവശ്യം നമ്മൾ ചിലപ്പോൾ കേൾക്കാൻ വേണ്ടി എടുക്കും. അതിനുശേഷം പരീക്ഷയുടെ തലേന്നോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പൊക്കെ ഒന്നുകൂടെ കുട്ടികൾക്ക് ഇത് കേൾപ്പിച്ചു കൊടുക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക. അത് പ്രയോജനം ചെയ്യും. ഇനി 2ാമത്തത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, പൂർത്തിയാക്കാം എന്ന ചോദ്യം. അതിൽ ബ്രാക്കറ്റിൽ നിങ്ങൾ കാണാം ഇസ്ലാം കാര്യങ്ങളാണ്. അപ്പോൾ 5 ഇസ്ലാം കാര്യങ്ങൾ പൂർത്തിയാക്കാനാണ്. എന്തായാലും ഏതെങ്കിലും ഒരു നിലക്ക് ഇസ്ലാം കാര്യം നമ്മുടെ പരീക്ഷാ പേപ്പറിൽ വന്നിരിക്കും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് 5 പറയാനും എഴുതാനും കുട്ടികളെ പഠിപ്പിക്കുക. ഏത് രൂപത്തിലാണ് വരിക എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചോദ്യമായിട്ടായിരിക്കും ഇസ്ലാം കാര്യത്തിൽ 4ാമത്തത് എന്താണ്, ഇസ്ലാം കാര്യത്തിൽ 3ാമത്തത് എന്താണ്, ഇസ്ലാം കാര്യത്തിൽ 5 എന്താണ്, ഇങ്ങനെയായിരിക്കും ചോദ്യം വരിക. ചിലപ്പോൾ ഇതുപോലെ പൂരിപ്പിക്കാനായിരിക്കും, ചിലപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനായിരിക്കും, ചിലപ്പോൾ ഓർഡറിലാക്കാനായിരിക്കും. അതുകൊണ്ട് ആ നമ്പർ അനുസരിച്ച് കുട്ടികളെ ഒന്ന് ഇരുത്തി ഇസ്ലാം കാര്യങ്ങൾ പഠിപ്പിക്കുക. അതവരുടെ ഭാവി ജീവിതത്തിലേക്കും കൂടെ ഗുണമുള്ള കാര്യമാണ്.
കുറച്ച് സമയം നമ്മൾ 1ലും 2ലും 3ലൊക്കെ കുട്ടികളിൽ ഉപയോഗപ്പെടുത്തിയാൽ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പണി കുറയും. അത് രക്ഷിതാക്കളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. 1, 2, 3 ക്ലാസ്സുകളിൽ നമ്മൾ കുറച്ചൊന്ന് മനക്കെട്ടാൽ പിന്നീട് അങ്ങോട്ട് നമ്മൾ അധികം മനക്കെടേണ്ടി വരില്ല. നമ്മൾ അവരോട് വായിക്കാൻ വേണ്ടി പറഞ്ഞാലും ഓതാൻ വേണ്ടി പറഞ്ഞാലും മതി. അള്ളാഹു നമ്മളെ മക്കളൊക്കെ നന്നാക്കട്ടെ, ആമീൻ. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് രണ്ടും അർത്ഥം അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക. കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി പറയും ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക എന്നാണ്. ഇനി നിസ്കാരം നിലനിർത്തുക എന്നാണ്. ഏതാ മോനെ വിട്ടുപോയത്? 5 സമയത്തെ നിസ്കാരം നിലനിർത്തുക എന്നതാണ്. കൊടുക്കുക, ഏതാണ് ഇസ്ലാം കാര്യത്തിൽ കൊടുക്കുക എന്ന് പറഞ്ഞത്? അത് സക്കാത്താണ്. സക്കാത്താണ് കൊടുക്കുക എന്ന് പറഞ്ഞത്. പിന്നെ മുഴുവൻ നോമ്പും നോൽക്കുക, അതേതാണ്? റമളാൻ മാസമാണ്. റമളാൻ മാസം മുഴുവൻ നോമ്പ് നോൽക്കുക. ഇനി ചെയ്യുക എന്ന് പറഞ്ഞത് ഏതാണ്? ഹജ്ജാണ്. മക്കയിൽ പോയി ചെയ്യുന്നത് ഹജ്ജ് ചെയ്യുക എന്നവർ പറയും. അപ്പോൾ ഇത് നിർബന്ധമാണ് പഠിപ്പിക്കൽ. ഇനി മൂന്നാമത്തത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു രൂപത്തിൽ വരുന്ന കാര്യമാണ്. ഓർഡറാക്കാനോ മറ്റെന്തെങ്കിലും ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനോ ചോദ്യത്തിന് ഉത്തരമായിട്ടോ വരും. ഏത്? നിസ്കാരങ്ങളുടെ പേരുകൾ എഴുതാനും പറയാനും കുട്ടികൾ കഴിഞ്ഞിരിക്കണം. ളുഹർ അക്ഷരപ്പിഴവുണ്ടാവാൻ പാടില്ല. അസുർ, മഗ്രിബ്, ഇഷാ, സുബഹ് ഒരു പേപ്പർ എടുത്ത് 5 നിസ്കാരങ്ങളുടെ പേരുകളൊന്ന് ഓർഡറിൽ എഴുതാൻ വേണ്ടി കുട്ടികളോട് ആവശ്യപ്പെട്ടാൽ നമുക്ക് എത്രമാത്രം അവരുടെ മൈൻഡിലുണ്ട് എന്നുള്ളത് അറിയാൻ കഴിയും. ഏതെങ്കിലും വാക്കിന് അക്ഷരപ്പിഴവുകൾ ഉണ്ടെങ്കിൽ അത് 1-2 തവണ എഴുതിപ്പിച്ച് അത് ശരിയാക്കി എടുത്താൽ ആ വിഷയത്തിൽ പേടി വേണ്ട. കാരണം നിർബന്ധമായിട്ടും ഇതുപോലത്തെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്ത പ്രവർത്തനം, നാലാമത്തത് ഉത്തരം എഴുതാമെന്ന ചോദ്യമാണ്. 5 ചോദ്യങ്ങളുണ്ട്. എല്ലാ കുട്ടിക്കും നിർബന്ധമായിട്ടും ഈ 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അറിഞ്ഞിരിക്കണം. കാരണം ഫിഖ് നിങ്ങളൊന്ന് മറിച്ച് നോക്ക്. നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിൽ എത്ര ചോദ്യങ്ങളുണ്ട്? ആകെ നമ്മൾ ആറ്റിക്കുറിച്ച് എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ചോദ്യങ്ങൾ മാത്രമാണ് അതിൽ നമുക്ക് കാര്യമായിട്ട് കിട്ടുക. ഇനി മറ്റു ചോദ്യങ്ങളൊക്കെ പൂരിപ്പിക്കാനും മറ്റു രൂപത്തിലൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ 5 ചോദ്യങ്ങൾ നിർബന്ധമായും ഓരോരുത്തരും പഠിച്ചിരിക്കുക. കുട്ടികളോട് ചോദിച്ച് അവർ പറയുന്നുണ്ടോ എന്ന് നോക്കുക. ഒന്നാമത്തത്, അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആരെ? നിസ്കരിക്കുന്നവനെ എന്ന് പാഠത്തിലുണ്ട്. രണ്ടാമത്തത്, വുളൂഇൽ മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് എന്ത്? നിയത്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നാണ് കരുതേണ്ടത്. മൂന്നാമത്തത്, വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതോടൊപ്പം ചെയ്യണം എന്ത്? മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, ഇതാണ് ചെയ്യേണ്ടത്. നാലാമത്തത്, വുളൂ മുറിയുന്ന കാര്യങ്ങളിൽ 1 എഴുതുക. ആ 4 പഠിപ്പിച്ചു കൊടുക്കുക. കുട്ടികൾക്ക് പറയാനും എഴുതാനും പഠിപ്പിച്ചു കൊടുക്കുക. ഇവിടെ വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക നാലാമത്തതാണ്. അത് തൊലി തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ വുളൂ മുറിയും. അഞ്ചാമത്തത്, ബുദ്ധിയുടെ വക്കത്തെരിവ് നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ 2 എഴുതുക എന്നതാണ്. 2 പാഠഭാഗത്തിൽ പറഞ്ഞതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉറങ്ങുക, അതുപോലെ തന്നെ ഭ്രാന്ത്, ബോധക്ഷയം, മത്ത് മുതലായവ കൊണ്ട് ബുദ്ധിയുടെ വക്കത്തെരിവ് നീങ്ങുമെന്ന് പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഇനി 5ാമത്തത്, ക്രമത്തിൽ നമ്പർ ഇടാം. പല പരീക്ഷയ്ക്കും ഇതുപോലത്തെ ഒരു ചോദ്യം കാണാറുണ്ട്. കള്ളികളിലാക്കിയോ മറ്റോ കൊടുത്തിട്ട് ക്രമപ്രകാരം നമ്പർ ഇട്ട് കൊടുക്കാൻ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു രൂപം കുട്ടികൾക്കൊന്ന് കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ ഇതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുക. ഇതിൽ വന്നത് ഷഹാദത്ത് കലിമയാണ്. ഷഹാദത്ത് കലിമയെ 2 ഭാഗമാക്കിയതാണ്. ഷഹാദത്ത് കലിമ ഏതെങ്കിലും ഒരു രൂപത്തിൽ പേപ്പറിൽ ഉറപ്പായും ഉണ്ടാകും. അത് പൂർണ്ണമായി കുട്ടികൾക്ക് പറയാനും പറയുന്നതിനപ്പുറത്ത് ഷഹാദത്ത് കലിമ എഴുതാൻ ഈ കേൾക്കുന്ന നമുക്ക് പോലും പ്രയാസമാണ്. പറയാൻ കഴിയും, പക്ഷേ എഴുതുന്നത് അല്ലാ ഇലാഹ ഇല്ലല്ലാ, പിന്നെ ഇല്ല അന്ന, ഇതൊക്കെ വരുന്ന സമയത്ത് അക്ഷരങ്ങൾ പലപ്പോഴും മാറിപ്പോവാറുണ്ട്. വലിയ കുട്ടികൾ ക്ലാസ്സിൽ മദ്രസയിൽ എഴുതുമ്പോൾ തന്നെ തെറ്റാറുണ്ട്. ചെറിയ കുട്ടികളത് പ്രത്യേകം രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു ഒന്നാമത്തത്. പിന്നെ വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ എഴുതുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അവസാനത്തത് പൂരിപ്പിക്കാം. ഇതുപോലത്തെ ഒരു ചോദ്യം വരാം. അതുകൊണ്ട് പാഠഭാഗം കുട്ടികൾ നന്നായി വായിക്കുന്നത് നന്നായിരിക്കും.
തീർച്ചയായും അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അഥവാ ആരാധനയ്ക്ക് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വ്യക്തമാക്കി പറയുന്നു. ഷഹാദത്ത് കലിമയുടെ ആശയമാണ് കുട്ടികളുടെ ഓർമ്മയിലുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. വായിച്ചു കഴിഞ്ഞതിലൂടെ ചോദ്യം വരുന്ന രൂപം കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയങ്ങൾ കൂടെ ഉടൻ നമുക്ക് ചെയ്യണം. കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വല്ല അൽഹംദുലില്ലയോ താങ്ക്സോ മറ്റെന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. ഇനിയും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ മക്കൾക്കൊക്കെ അല്ലാഹു തആല ഉന്നതമായ വിദ്യാഭ്യാസം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇരുലോകത്തും ഉപകരിക്കുന്ന നല്ല മക്കളിൽ അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ ആക്കി തീർക്കട്ടെ. ദുആ വസിയത്തോടെ.